ആഞ്ഞിടിഞ്ഞു വീണ മണ്ണിനടിയിൽ ഒരു വണ്ടി പോയെന്നും അതിന്റെ GPS ലൊക്കേഷൻ ഉണ്ടെന്നും അർജുന്റെ ഫോൺ ബെല്ലടിച്ചതാണെന്നും ആ ലോറിയുടമ മനാഫും ബന്ധുക്കളും വാവിട്ട് കരഞ്ഞതാണ് ആ ഗോൾഡൻ മണിക്കൂറുകളിൽ. അത് കേട്ടെന്ന് പോലും നടിക്കാതെ ഒരു FIR ഇടാതെ മണ്ണുമലയ്ക്ക് മുന്നിൽ 3.25 ഹിറ്റാച്ചിയുമായി കുഞ്ഞു കളിച്ചവരാണ്. ഇനിയും പൊതിഞ്ഞു പറയേണ്ടതല്ല, അത് പൊറുക്കാവതല്ല. ആ കോഴിക്കോട്ടെ ഒരു വീടിന്റെ വേദന നാടിന്റെ വേദനയാകുമ്പോഴാണ് രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടപ്പോൾ മാത്രമാണ് ആ കല്ലിന് കാറ്റുപിടിച്ച സംവിധാനം അനക്കം വെച്ചത്. ഇന്നലെ ഉച്ചയ്ക്കാണ്. അപ്പോഴാ പ്രാണൻ മണ്ണിനടിയിൽപ്പെട്ട് മണിക്കൂറുകൾ 75. വൈകിയാണെങ്കിലും രക്ഷാപ്രവർത്തനം സജ്ജമായല്ലോ ദൈവമേ എന്ന് നെടുവീർപ്പിട്ടവർക്ക് മുന്നിൽ രാത്രി 9 ആകുമ്പോഴേക്കും ഉത്തര കന്നഡ സംവിധാനങ്ങൾ സർക്കാർ ജോലി കണക്കെ തെരച്ചിൽ നിർത്തി കടയും പൂട്ടി വീട്ടിൽ പോയിട്ട് റഡാർ സംവിധാനം തെരയാൻ തുടങ്ങിയത് 5-ാം നാൾ ഇന്ന് രാവിലെ 10:30. നമ്മുടെ ഒരു കൂടപ്പിറപ്പ് മണ്ണിനടിയിൽപ്പെട്ട് രാപ്പുകൾക്കിപ്പുറവും ഒരു സൂചനയും കിട്ടുന്നില്ലെങ്കിൽ കേന്ദ്ര കർണാടക സർക്കാരുകൾ നെഞ്ചിൽ കൈവച്ചെന്ന് പറയണം. ആ ഗംഗാവലി പുഴയോരത്ത് കാണാമറയത്ത് പ്രാണപ്രതീക്ഷയിൽ പാവം പിടിച്ച അർജുൻ അല്ലായിരുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു മന്ത്രിപുത്രനോ അവന്റെ ആഡംബരക്കാരോ ആയിരുന്നെങ്കിൽ സംവിധാനങ്ങളെ ഇതാകുമായിരുന്നോ നിങ്ങളുടെ നിലപാട്? പെരുമഴയെന്നും നനഞ്ഞ മണ്ണെന്നും സാങ്കേതികത ഞങ്ങളോട് പറയല്ലേ. പെട്ടിമുടിയും പുത്തുമലയും കണ്ടവരാണ്, കവളപ്പാറയും കൂട്ടിക്കലും കണ്ടവരാണ്, മഹാപ്രളയം കണ്ടവരാണ്, ജീവൻ പണയം വെച്ചും പ്രാണൻ കാത്തവരാണ്. കഴിയുന്നില്ലെങ്കിൽ മാറി നിൽക്ക്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കൂടപ്പിറപ്പിന്റെ പ്രാണൻ കാക്കാൻ. അത് ബഹുമാനക്കുറവല്ല സാറുമാരെ, സങ്കടത്തിൽ പറയുന്നതാണ്. ചെറിയ പ്രായത്തിൽ പെയിന്റ് പണിയിൽ തുടങ്ങി അച്ഛന്റെ പ്രാരാബ്ദം ഏറ്റെടുത്തവനാണ്. സഹോദരനെ പഠിപ്പിച്ച് ബാങ്ക് ജോലി വാങ്ങിക്കൊടുത്തവനാണ്. സഹോദരിമാരെ പഠിപ്പിച്ചവനാണ്. വീടിന്റെ നട്ടെല്ലാണ്. ഏതു മണ്ണാഴത്തിലാണെങ്കിലും അമ്മയും നാടും കാത്തിരിപ്പാണ്.